ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ. ഹൈസ. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി ബസ്സിൽ നിന്നും തെറിച്ചു വീണ് പരിക്കേറ്റ സംഭവത്തിൽ കാരണക്കാരായ ബസ് ജീവനക്കാർക്ക് ചൂടുവെള്ളം നൽകി ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. പൂമാല എറണാകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന LMS ബസ് കച്ചേരിത്താഴത്ത് തടഞ്ഞു നിർത്തിയാണ് പ്രതിഷേധിച്ചത്. വെള്ളം പൂർണ്ണമായും ജീവനക്കാരെ കൊണ്ട് കുടിപ്പിച്ചതിന് ശേഷമാണ് ബസ് പോകാൻ അനുവദിച്ചത്. കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ്സിൽ നിന്നും വിദ്യാർത്ഥി തെറിച്ചു വീണ് പരിക്കേറ്റ സംഭവത്തിൽ പ്രതിഷേധവുമായി മൂവാറ്റുപുഴ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി. പൂമാല എറണാകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന LMS ബസ്സിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം മുടവൂർ സ്വദേശി അർജുൻ എന്ന വിദ്യാർത്ഥി സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിൽ ബസ്സിൽ നിന്നും തെറിച്ചു വീണത്. KSRTC ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിലാണ് LMS ബസ്സിൽ നിന്നും അർജുൻ തെറിച്ചു വീണത്. വിദ്യാർത്ഥി തെറിച്ചു വീഴുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. LMS ബസ്സിന് അമിത സ്പീഡാണെന്ന് ആരോപിച്ചാണ് ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കച്ചേരിത്താഴത്ത് ബസ് തടഞ്ഞു നിർത്തി ജീവനക്കാർക്ക് ചൂടുവെള്ളം നൽകിയത്. ചൂടുവെള്ളം പൂർണ്ണമായും ഊതിക്കുടിച്ചതിനു ശേഷം മാത്രമേ ബസ് പോകാൻ അനുവദിക്കൂ എന്ന നിലപാടാണ് ഡിവൈഎഫ്ഐ സ്വീകരിച്ചത്. ഓട്ടോമാറ്റിക് ഡോറിൽ നിങ്ങൾ തീരുമാനിക്കാണ്ട് തുറന്നിറങ്ങൂലല്ലോ. ഇറങ്ങി വഴിക്കാൻ പയ്യൻ വീണ് അവൻ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ രാത്രി വീട്ടിൽ പോയില്ലേ? ഒരു ക്ലാസ് കൂടെ ഇതിനിടെ പോലീസ് ഇടപെടുകയും എന്നാൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇതിൽ നിന്നും പിന്മാറാതെ വരികയും ചെയ്തതോടെ ബസ് ജീവനക്കാർ വെള്ളം കുടിക്കുവാൻ നിർബന്ധിതരായി. നാട്ടുകാരുടെ പൊതു വിഷയ. ഈ വണ്ടി സ്പീഡോട്ട് പറഞ്ഞാൽ ആരും ഇടപെട്ടിട്ടില്ല. പോയത് എടുത്ത് ഞങ്ങളുടെ പേര് അമിതവേഗം കാട്ടുന്ന എല്ലാ ബസ് ജീവനക്കാർക്കും ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്തിയതെന്ന് ജില്ലാ പ്രസിഡന്റ് അനീഷ് M. മാത്യു പറഞ്ഞു. മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ കുറേ നാളുകളായി പ്രൈവറ്റ് ബസ്സുകാർ വളരെയധികം അമിത വേഗത്തിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നലെ മൂവാറ്റുപുഴ ബ്ലോക്ക് കവലയിൽ എറണാകുളത്ത് നിന്ന് പഠിത്തം കഴിഞ്ഞു വന്ന ഒരു വിദ്യാർത്ഥി ബസ്സുകാർ അശ്രദ്ധമായി വണ്ടി ഓടിച്ചതെന്ന് മാത്രമല്ല ബസ് നിർത്തിക്കൊടുക്കുന്നു എന്ന വ്യാജേന ബസ്സിൻ്റെ ഓട്ടോമാറ്റിക് ഡോറ് തുറന്ന് ആ വിദ്യാർത്ഥി ഇറങ്ങുന്നതിന് മുമ്പ് വണ്ടി എടുത്തതിൻ്റെ ഫലമായി ആ വിദ്യാർത്ഥി റോട്ടിൽ വീണ് പരിക്കുൾപ്പെടെ ഏൽക്കുന്ന അവസ്ഥയുണ്ടായി. ഇതിങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുവന്നപ്പോഴാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ വേറെ വണ്ടി തടയുന്നതിനോ അക്രമ മാർഗങ്ങൾക്ക് ഒന്നും പോയിട്ടില്ല. ഞങ്ങൾ ചെയ്ത ഒരൊറ്റ പരിപാടി മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ അമിത വേഗത്തിൽ ഓടുന്ന ആളുകൾ അവരുടെ അമിത വേഗം കുറയ്ക്കുന്നതിന് വേണ്ടി കച്ചേരിത്താഴത്ത് ബസ് നിർത്തി അവർക്ക് ഒരേ ഗ്ലാസ് ചായ കൊടുത്ത് ആ ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന സമീപനമാണ് ഡിവൈഎഫ്ഐ എടുത്തിട്ടുള്ളൂ. ഇത് ഈ മൂവാറ്റുപുഴയിൽ അമിത വേഗത്തിൽ ഓടുന്ന മുഴുവൻ പ്രൈവറ്റ് ബസ്സുകാർക്കുമുള്ള ഒരു താക്കീതായി കണക്ക് കൂട്ടണമെന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് റിയാസ് ഖാൻ, സെക്രട്ടറി ഫെബിൻ P. മൂസ, CPIM ഏരിയ കമ്മിറ്റി അംഗം സജി ജോർജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ബസ് തടഞ്ഞു നിർത്തി പ്രതിഷേധിച്ചത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282.